ഒന്നെങ്കിൽ ഡയബറ്റിക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് കിഡ്നിയെ ബാധിക്കുന്നത്. അല്ലെങ്കിൽ കിഡ്നിയുടേതായ ചില അസുഖങ്ങളുണ്ട്. വീട്ടിൽ ബാക്കിയുള്ളവർ, അനിയൻ, ചേട്ടൻ, എല്ലാവർക്കും ഒരു ഷുഗറുള്ളൊരു കുടുംബമൊക്കെ ആണെങ്കിൽ അങ്ങനെ കുറേ പേർക്ക് കിഡ്നിക്ക് കൂടുതലും ഡയബറ്റിക് കാരണമുള്ള ഡാമേജ് വരാൻ ചാൻസസ് കൂടുതലാണ്. ഇതൊക്കെ കറക്റ്റായിട്ട് അങ്ങ് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ യൂഷ്വലി ഒരു കിഡ്നിക്ക് നമുക്ക് ചെറിയൊരു ഡാമേജ് വന്നാലും, ഇപ്പോൾ ഒരു ക്രിയാറ്റിന് ഒരു ഇത്തിരി കൂടിയിരുന്നാലും വേറെ ലൈഫ് ത്രെറ്റനിങ് ഇല്ലാതെ തന്നെ മുമ്പോട്ട് പോകാം. കിഡ്നിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പുറമെ എന്തെങ്കിലും ഒരു സിംറ്റംസോ കാര്യങ്ങളോ വരുമ്പം ചിലപ്പം ഡയഗ്നോസ് ചെയ്യുമ്പോഴും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഒരു അൾട്രാസൗണ്ട് ചെയ്യുമ്പം ചിലപ്പോൾ കിഡ്നി അങ്ങ് കംപ്ലീറ്റ്ലി ചുരുങ്ങിയിരിക്കും. സാധാരണ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഒരു BP കൂടുമ്പോൾ എപ്പോഴും ഒരു ബാക്ക് ഓഫ് ദി മൈൻഡ് എന്തെങ്കിലും ഒരു വേറെ കോസ് ഉണ്ടോ എന്ന് നോക്കണം. ബേസിക്കലി ഒരു ക്രിയാറ്റിനെക്കാട്ടും കൂടുതൽ കിഡ്നിയുടെ അസുഖം അറിയാൻ പറ്റുന്ന ഒരു യൂറിൻ പ്രോട്ടീൻ അന്നാത്തില്ല. ഇപ്പം ക്രിയാറ്റിനാണെങ്കിൽ നമ്മൾ കുറേ നേരം വെയിലത്ത് നിന്നാലും ക്രിയാറ്റിനും കൂടാം. നമ്മളിപ്പോൾ ഒരു എല്ലാത്തിലും ഉണ്ട്. ഇപ്പോൾ ഒരു ഇച്ചിരി ഇറച്ചിയിലും മീനിലും എല്ലാത്തിലും ക്രിയാറ്റിനുണ്ട്. കുറേ പേര് വരും, അയ്യോ മരുന്ന് കാരണം എൻ്റെ ക്രിയാറ്റിനും കൂടി. അവർ മനസ്സിലാക്കുന്നില്ല അസുഖം കാരണം അവരുടെ ക്രിയാറ്റിനും കൂടിയെന്ന്. മരുന്നുകൾ കാരണം കിഡ്നിക്ക് ദോഷമല്ല. കിഡ്നിക്ക് അസുഖം ഉള്ളവർക്ക് ചില മരുന്നുകൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ക്യൂർ ഔട്ടിൽ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ബിബിൻ ജോണിയാണ് ചേരുന്നത്. നമസ്കാരം ഡോക്ടർ. വൃക്കരോഗങ്ങൾ വളരെ അപൂർവമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു 2 ദശകങ്ങളായിട്ട് കേരളത്തിൽ പൊതുവിൽ വൃക്കരോഗങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു കാഴ്ച കാണുന്നുണ്ട്. നമുക്ക് പലപ്പോഴും ജംഗ്ഷനിലൊക്കെ കാണാം വൃക്കരോഗിയായ യുവാവിന് സഹായം നൽകുക എന്നൊക്കെ മറ്റുള്ള പോസ്റ്ററുകളും ഫ്ലക്സ് ബോർഡുകളും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഇത്തരത്തിൽ ഈ വൃക്കരോഗം സമൂഹത്തിൽ വ്യാപകമാകുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഒരു ഡയഗ്നോസിസ് ലേറ്റാണ് വൃക്കകളുടെ ഇത്ര ഒരു ഡയാലിസിസോ അല്ലെങ്കിൽ അങ്ങനത്തെ പേഷ്യൻസിനെയും കൂടുതലും കാണാൻ കഴിയുന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ഈ ഡിസീസസ് കുറേയൊക്കെ ഉണ്ട്. ബേസിക്കലി ആ ഒരു ലേറ്റ് ഡയഗ്നോസിസ്, പിന്നെ ഡയഗ്നോസ് ചെയ്യുന്നവരാണെങ്കിൽ പോലും അവരുടെ ഒരു അശ്രദ്ധ, അങ്ങനെയൊക്കെ കുറേയൊക്കെ ഇതുണ്ട്. പിന്നെ അല്ലാത്ത ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒന്ന് ഇപ്പം നെഫ്രോളജി എന്നുള്ളൊരു സബ്ജക്റ്റ് തന്നെ എനിക്കൊന്ന് ഒരു റിലേറ്റീവ്ലി ഒരു ന്യൂ, അല്ലെങ്കിൽ ഇതിനകത്തിൽ ഇത്രയും അസുഖങ്ങൾ കാര്യങ്ങൾ അതിപ്പം കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഡയഗ്നോസ് ചെയ്ത് ഇങ്ങനെയൊക്കെ അസുഖം ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എല്ലാം ഒരു നീരാവട്ടെ ഒരു വാദമാവട്ടെ അങ്ങനെ അങ്ങ് തള്ളിക്കളയും. ഇപ്പോഴാണ് ഇപ്പം വൃക്കകൾക്ക് ഇങ്ങനെയൊക്കെ അസുഖമുണ്ട് ഇന്നൊക്കെ അസുഖമുണ്ട് ഡയഗ്നോസ് ചെയ്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും വന്നു തന്നെ. നേരം നമുക്ക് ഒരു റിലേറ്റീവ്ലി നമുക്ക് ചില കാര്യങ്ങൾ ഇപ്പോൾ ഒരു യങ്ങർ ഏജ്, ഒരു വലിയ പ്രായമില്ലാത്തൊരാൾ, വലിയ 30 വയസ്സ്, എന്തെങ്കിലും BP കണ്ടമാനം കൂടി, അപ്പോൾ ഒരു BP മാത്രം ഒന്ന് തള്ളിക്കളയല്ല, അതിൻ്റെയും പുറയിൽ എന്തെങ്കിലും വല്ല വൃക്കകൾക്കോ വേറെ എന്തെങ്കിലുമൊക്കെ കാണും. സോ അതൊക്കെ എനിക്ക് ഒരു കുറച്ചും കൂടെ ഒന്ന് കിഡ്നിയും അല്ലെങ്കിൽ അതിൻ്റെ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് എന്താ എന്നറിയാമായിരുന്നെങ്കിൽ നേരത്തെ അതിന് പരിഹാരമുണ്ട്. പിന്നെ ചില ഏരിയ ഇതൊക്കെ ഉണ്ട്, എനിക്ക് ഒരു കോസ്റ്റൽ ഏരിയ, പിന്നെ ചില ഏരിയകളുടെ വെള്ളം അനുസരിച്ച്, പിന്നെ ചിലവരുടെ പറഞ്ഞ പോലെ ഫുഡ് ലൈഫ് സ്റ്റൈല് അതുണ്ട്. ഇപ്പോൾ സ്മോക്കിംഗ് ഉള്ളവർക്ക് ഭയങ്കര കൂടുതലാണ്. പിന്നെ ഈ ഇപ്പോൾ ഇംഗ്ലീഷ് മരുന്നാണെങ്കിൽ നമ്മുടെ പെയിൻ കില്ലേഴ്സ് സ്ഥിരം എടുക്കുന്നവർ, അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. പിന്നെയും കൂടുതൽ കാണുന്ന, പിന്നെ ഇപ്പം നമ്മളും കൂടുതൽ ഈ ഒരു കാലഘട്ടത്തിൽ കാണുന്ന ഡയബറ്റിക്, അതിൻ്റെ പ്രശ്നങ്ങൾ. സോ ബേസിക്കലി ഡയബറ്റിക്, ഇപ്പം നമുക്ക് ഡയബറ്റിക്കിനെ കുറിച്ച് ഇഷ്ടംപോലെ ക്യാമ്പയിൻസും വീഡിയോസും എല്ലാം ഉണ്ട്, എല്ലാവർക്കും ഇപ്പം കോമൺ ആയിട്ട് അറിയാമെന്ന്. എന്നാൽ പോലും ഒരു സമയം കഴിഞ്ഞ് അത് ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് കിഡ്നിയെ ഒക്കെ ബാധിക്കുന്നത്. പ്രമേഹ രോഗികളുടെ എണ്ണത്തിൽ വലിയൊരു വർധന കാണാനുണ്ട്. ഇതുതന്നെയാണോ ഈ വൃക്കരോഗികളുടെ എണ്ണം കൂടാനുള്ളൊരു പ്രധാന കാരണം എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഇപ്പം ഒരു ജനറൽ സ്പീക്കിംഗ്, ഒരു OP വരുന്ന ഒരു 10-ലാണെങ്കിൽ ഒരു പകുതി മുക്കാൽ പേഷ്യൻസും വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിക് കാരണം കിഡ്നിയെ ബാധിച്ചവരാണ് നമ്മൾ കൂടുതലും ഇപ്പോൾ ഒരു OP വരുന്നത്. ഒരു ജെന്യുവൻ ആയിട്ട് ഇപ്പം നമുക്ക് 2 രീതി അസുഖങ്ങൾ വെക്കാം. ഒന്നെങ്കിൽ ഡയബറ്റിക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് കിഡ്നിയെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ കിഡ്നിയുടേതായ ചില അസുഖങ്ങളുണ്ട്. ഈ കിഡ്നിയുടേതായ ചില അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ചില ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി തന്നെ, നമ്മുടെ ബോഡി ഉണ്ടാകുന്ന കുറേ ഓട്ടോ ഇമ്മ്യൂൺ അല്ലെങ്കിൽ ആൻറ്റിബോഡീസ് നമ്മുടെ കിഡ്നിയെ
അറ്റാക്ക് ചെയ്ത് അങ്ങനെ കിഡ്നിയെ ഡാമേജ് ചെയ്യുന്ന കുറേ അസുഖങ്ങൾ, അല്ലെങ്കിൽ പിന്നെ കഞ്ചനൈറ്റലായിട്ട് അല്ലെങ്കിൽ ഹെറിറ്ററി ആയിട്ട് വരുന്ന കുറേ അസുഖങ്ങൾ. സോ അത് കുറേ കിഡ്നിയുടേതായ അസുഖങ്ങളുണ്ട്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഡയഗ്നോസിസ് എത്താൻ തന്നെ ചിലപ്പോൾ ഡയഗ്നോസിസ് എത്തുമ്പം തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. ഈവൻ ഡയഗ്നോസിസ് എത്തിയാൽ തന്നെയാണെങ്കിലും അതിൻ്റെ മെഡിസിൻസ് ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞാലും അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. എന്ന് വെച്ചാൽ മെഡിസിൻസ് ആണെങ്കിലും കുറച്ച് ഈ പറഞ്ഞുള്ള സ്റ്റിറോയിഡ്സ് അങ്ങനത്തെ ടോക്സിക് ആയിട്ടുള്ള ചെറിയ കീമോ അങ്ങനത്തെ മെഡിസിൻസുമാണ്, അതിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പം വേറൊരു പാർട്ടെന്ന് പറഞ്ഞാൽ ഡയബറ്റിക് അല്ലെങ്കിൽ പ്രമേഹം അല്ലെങ്കിൽ പ്രഷർ അല്ലെങ്കിൽ കാർഡിയാക് അസുഖം കാരണം കിഡ്നിയെ ബാധിക്കുന്നത്. സോ അതിപ്പം എല്ലാവർക്കും ഇപ്പം ഇതിനെക്കുറിച്ചൊക്കെ എല്ലാവർക്കും ഓൾമോസ്റ്റ് ഇപ്പം നമ്മുടെ കേരളത്തിൽ എല്ലാവർക്കും തന്നെ അവെയറാണ് ഇതുപോലത്തെ അസുഖങ്ങൾ. സോ അത് എങ്ങനെയൊക്കെ ഷുഗർ നന്നായി കൺട്രോൾ ചെയ്യുക, ഡയറ്റ് നോക്കുക, ഇപ്പം സ്മോക്കിങ് അല്ലെങ്കിൽ ആൽക്കഹോൾ അതൊക്കെ അബ്സ്റ്റെയിൻ ചെയ്യുക, അങ്ങനെയൊക്കെ കറക്റ്റായിട്ട് നോക്കിയാൽ കിഡ്നിയും ബാധിക്കത്തില്ല. പിന്നെ ഷുഗർ ഉള്ള ഒരു പാരമ്പര്യമായിട്ട് ഇപ്പം വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഷുഗറുണ്ട്, നമ്മുടെ ഈ പറഞ്ഞല്ലേ വീട്ടിൽ ബാക്കിയുള്ളവർ അനിയൻ ചേട്ടൻ എല്ലാവർക്കും ഒരു ഷുഗർ ഉള്ളൊരു കുടുംബമൊക്കെ ആണെങ്കിൽ അങ്ങനെ കുറേ പേർക്ക് കിഡ്നിക്ക് കൂടുതലും ഡയബറ്റിക് കാരണമുള്ള ഡാമേജ് വരാൻ ചാൻസസ് കൂടുതലാണ് എത്ര ശ്രദ്ധിച്ചാലും. അതെ, ഇപ്പോൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ ലൂപ്പസ് പോലുള്ള അസുഖങ്ങൾ വന്നുകളെ പല അവയവങ്ങളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ലൂപ്പസ് വളരെ വ്യാപകമായിട്ടും കാണുന്നുണ്ട്. ഈ അങ്ങനെയുള്ള രോഗികളുടെ എണ്ണത്തിൽ ഒരു വർധനമുണ്ടോ ഒ പികൾ? നമ്മളിപ്പം ലൂപ്പസ് പണ്ടൊക്കെ അങ്ങനെ ഒരു കോമൺ ആയിട്ട് നമ്മൾ കാണാറില്ല. പിന്നെ ഇപ്പം പണ്ടൊക്കെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ അത് ലൂപ്പസ് അല്ലെങ്കിൽ അതിൻ്റെ ടെസ്റ്റുകൾ കാര്യങ്ങൾ അത്ര ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റിയിലോട്ട് പോകാറില്ല. സോ എല്ലാവരും ആലോചിക്കും എന്തെങ്കിലും സ്കിൻ റാഷോ അങ്ങനെ അങ്ങ് നമ്മൾ കുറേയൊക്കെ പണ്ടൊക്കെ അങ്ങനെ ട്രീറ്റ് ചെയ്തങ്ങ് പോവും. ചിലപ്പം ചിലവരാണെങ്കിൽ ചിലപ്പോൾ അപ്പോൾ അതിൻ്റെ തന്നെ സ്റ്റിറോയിഡ്സ് ഒക്കെ എടുക്കും, പക്ഷേ അത് ചിലപ്പോൾ ആ കറക്റ്റ് അസുഖം തന്നെ ആവണമെന്നില്ല. സോ അത് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യാതെയും ചിലവരങ്ങ് മെഡിസിൻസ് എടുത്തുകൊണ്ടങ്ങ് പോകും. ഇപ്പം ലൂപ്പസ് നമുക്ക് പറഞ്ഞല്ലോ സ്പെഷ്യാലിറ്റി കാര്യങ്ങളെല്ലാം വന്നപ്പം അങ്ങനെ ഡൈവേർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇപ്പം റൊമറ്റോളജി ഉണ്ട് അല്ലെങ്കിൽ നെഫ്രോളജി ഉണ്ട്, അങ്ങനെ പോകുന്നതുകൊണ്ട് കുറേ കൂടെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നേരത്തെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുന്നുണ്ട്. നന്നായി ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ശരിക്കും നന്നായി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അസുഖമാണ് ലൂപ്പസ്. പിന്നെ കാരണങ്ങളുണ്ടോ എന്ന് വെച്ചാൽ ഇപ്പോൾ അത്ര നമുക്കൊരു ക്ലിയറായിട്ട് വേറെ ഒരു സെക്കൻഡറി കോസ് അല്ലെങ്കിൽ എൻവയറമെൻ്റൽ അല്ലെങ്കിൽ പൊല്യൂഷൻ അങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് നമുക്ക് കറക്റ്റായിട്ട് ക്ലിയറായിട്ട് പറയാൻ പറ്റത്തില്ല. ഇപ്പം ഈയിടെ എൻ്റെ ഒരു ഫ്രണ്ട് ആക്ച്വലി ഡൽഹി വിളിച്ചു, പുള്ളിക്ക് സോറിയാസിസ് ഉണ്ട്, അന്നേരം പുള്ളിയുടെയും ജൂനിയറിനും ഉണ്ട്. അന്നേരം പറയുന്നത് ഇപ്പോൾ അവിടുത്തെ പൊല്യൂഷനാണോ വെള്ളമാണോ എന്ന് അവർക്ക് അറിഞ്ഞൂടാ. സോ അവിടെ ഇങ്ങനെ കൂടുതൽ കാണുന്നുണ്ട്. സോ അങ്ങനെയും ഒരു ലൂപ്പസ് വരാമില്ലയോ അത് നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. പിന്നെ ഇപ്പം പണ്ടത്തെക്കാട്ടും ഡയഗ്നോസിസ് കുറേ കൂടെ ആപ്റ്റായിട്ടായതുകൊണ്ട് നമുക്ക് കുറേ കൂടെ പേഷ്യൻസിനെ ജനങ്ങൾ കൂടുതൽ ബോധവാന്മാരാണ്. പ്രധാനപ്പെട്ട വൃക്കരോഗങ്ങൾ എന്തൊക്കെയാണ്? അതിനുള്ള ചികിത്സകൾ ഏതൊക്കെ തരത്തിലാണ്? നമ്മളിപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു ഡയബറ്റിക് ഉണ്ട്, 2 പാർട്ടായിട്ട് എടുക്കാം. സെക്കൻഡറി ഡയബറ്റിക്, ഹൈപ്പർ ടെൻഷൻ, കാർഡിയാക്ക് അങ്ങനത്തെ ഒരു പാർട്ടായിട്ട് എടുക്കാം. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് അല്ലെങ്കിൽ BP കൺട്രോൾ ചെയ്യുക, കാർഡിയാക്ക് ഹാർട്ടിൻ്റെ പമ്പിങ് കുറയുമ്പോഴേക്കും വൃക്കകളെയും ബാധിക്കാം. പിന്നെ ചില ഇതൊക്കെയുണ്ട്, ഇവൻ സിറോസിസ് അതും കാരണം വൃക്കകളെ ബാധിക്കാം. ഇതൊക്കെ സെക്കൻഡറി ഇത് കാരണം കിഡ്നിയെ ബാധിക്കുന്നു. പിന്നെ ഉള്ള ചില ഇൻഫെക്ഷൻസ് ഉണ്ട്, നമ്മുടെ ഇപ്പോഴത്തെ മഴക്കാലത്തൊക്കെ കാണുന്ന പോലെ തന്നെ ഈ എലിപ്പനി, ലെപ്റ്റോ, അത് കാരണം കിഡ്നിയെ ബാധിക്കാം. ഇപ്പം ചില പെയിൻ കില്ലേഴ്സ് കാരണം കിഡ്നിയെ ബാധിക്കാം. ചില ഇൻഫെക്ഷൻസ് കൂടിയ ഈ സെപ്സിസ്, അണുബാധ അങ്ങനെ പോയാലും കിഡ്നിയെ ബാധിക്കാം. സോ ഇതെല്ലാം ഒരു വേറെ ബാക്കിയുള്ള കാരണവും കൊണ്ട് കിഡ്നിക്ക് വരുന്ന പ്രശ്നങ്ങളാണ്. കറക്റ്റായിട്ട് അല്ലെങ്കിൽ മൂത്ര തടസ്സം, നമുക്ക് പ്രായമുള്ളവർക്ക് യൂറിൻ തടസ്സം വന്ന് യൂറിൻ ഇൻഫെക്ഷൻ വന്നാൽ കിഡ്നി കൂടാം. സോ ഇതൊക്കെ കറക്റ്റായിട്ട് അങ്ങ് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ യൂഷ്വലി ഒരു കിഡ്നിക്ക് നമുക്ക് ചെറിയൊരു ഡാമേജ് വന്നാലും ഇപ്പോൾ ഒരു ക്രിയാറ്റിന് ഒരു ഇത്തിരി കൂടിയിരുന്നാലും വേറെ ഒരു ലൈഫ് ത്രെറ്റനിങ് ഇല്ലാതെ തന്നെ മുമ്പോട്ട് പോകാം. സോ നല്ലൊരു ഏജ് വരെ ഇതെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ടെങ്കിൽ പോവുകയാണെങ്കിൽ മുമ്പോട്ട് പോകാം. ഇപ്പം അല്ലാത്ത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിഡ്നിയുടേതായ കുറേ ഓട്ടോമ്യൂൺ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എത്ര നേരത്തെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ല മുമ്പോട്ട് ഈ പറഞ്ഞ പോലെ എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസിൽ പോവാതെ തന്നെ
അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ മെഡിസിൻസിൽ തന്നെ കുറേ നാളത്തേക്ക് പോകാം. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു കിഡ്നിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പുറമെ എന്തെങ്കിലും ഒരു സിംറ്റംസോ കാര്യങ്ങളോ വരുമ്പം ചിലപ്പം ഡയഗ്നോസ് ചെയ്യുമ്പോഴും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഒരു അൾട്രാസൗണ്ട് ചെയ്യുമ്പം ചിലപ്പോൾ കിഡ്നി അങ്ങ് കംപ്ലീറ്റ്ലി ചുരുങ്ങിയിരിക്കും. സോ അത് പിന്നെ കൂടുതലായിട്ടൊന്നും അതിനകത്ത് ഒരു ഇൻവെസ്റ്റിഗേഷനോ ഒരു ബയോപ്സി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് മുമ്പോട്ട് ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ ഡയാലിസിസ് അങ്ങനെ അങ്ങ് പോകും. അതായത് ഈ കിഡ്നി രോഗങ്ങളുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് ഒരു അവസാന ഘട്ടത്തിലാണ്. ഒരു അവസാന ഘട്ടത്തില്ല. പിന്നെ ചിലപ്പം നമ്മൾക്ക് ഒരു 30 വയസ്സുള്ള ഒരാളാണ്, നമ്മൾക്ക് ഇത്തിരി ബി പി കൂടുതലാണ്, അന്നേരം ചെറിയൊരു അല്ലെങ്കിൽ ഒരു ടെൻഷൻ്റെ ഇതായിരിക്കും, അല്ലെങ്കിൽ ഉറക്കമില്ലായ്മയായിരിക്കും, അല്ലെങ്കിൽ ജോലിയുടെ പ്രഷർ കാരണം ബി പി കൂടുക. സോ എല്ലാവരും അങ്ങ് തള്ളിക്കളയുക. എനിക്ക് വേറെ അങ്ങനെ ഒരു കിഡ്നിക്ക് ഒരു അസുഖമില്ല. സോ ഒരു ഇപ്പം തലവേദന വന്ന് ബി പി നോക്കുമ്പോൾ ഒരു 200 200 ഉണ്ട്, അല്ലെങ്കിൽ 200 110 അങ്ങനെ ഉണ്ട്. സോ എന്തെങ്കിലും സാധാരണ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ബി പി കൂടുമ്പോൾ എപ്പോഴും ഒരു ബാക്ക് ഓഫ് ദി മൈൻഡ് എന്തെങ്കിലും ഒരു വേറെ കോസ് ഉണ്ടോ എന്ന് നോക്കണം. അതിപ്പം കിഡ്നി ആവാം, ചില എൻഡോക്രൈൻ ഡിസോർഡർ ആവാം, എന്തെങ്കിലും. സോ അതും കൂടുതൽ നോക്കണം. അന്നേരം സാധാരണ പോയി ചുമ്മാ അല്ലെങ്കിൽ ഒരു ബി പിയുടെ മരുന്ന് കഴിച്ച് ബി പി കൺട്രോൾ ചെയ്താൽ അങ്ങനെയല്ല. സോ അതും വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. സോ അതിനകത്ത് ഇപ്പം ക്രിയാറ്റിനിൻ നോക്കാം, യൂറിൻ നോക്കാം, യൂറിന് പ്രോട്ടീൻ ഉണ്ടോ എന്ന് നോക്കണം, യൂറിന് ഈ പറഞ്ഞ പോലെ RBC ബ്ലഡിൻ്റെ അംശം ഉണ്ടോ എന്ന് നോക്കണം, അതെല്ലാം ഉണ്ടോ. എന്നിട്ട് അതിൻ്റെ അനുസരിച്ച് മുമ്പോട്ട് വേറെ കിഡ്നിക്കായിട്ടുള്ള സ്പെഷ്യൽ ടെസ്റ്റോ കാര്യങ്ങളോ ഇൻവെസ്റ്റിഗേഷൻ ബയോപ്സി നോക്കി അങ്ങനെ എന്തെങ്കിലും ഒരു നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അതായത് ഒരു BP ആയിട്ട് വരുന്ന ഒരു രോഗിയാണെങ്കിൽ പോലും ഇപ്പോൾ ഒരു കംപ്ലീറ്റ് ടെസ്റ്റ് നടത്തി തന്നെയാണ് ഡയഗ്നോസിസിലേക്ക് പോകുന്നത്. ഇപ്പം നമുക്ക് ഒരു 60 വയസ്സ് 70 വയസ്സുള്ള ഒരാൾക്ക് BP കൂടുകയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നാച്ചുറലായിട്ടാണ് കൂടുക, പ്രായത്തിൻ്റെ ആവാം, വേറെ എന്തെങ്കിലും കാർഡിയാക് ഇഷ്യൂ ആവാം. സോ അത്ര നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു യങ് പേഷ്യൻറ്റ് വേറെ ഇതൊന്നുമില്ല, ഇപ്പോൾ സ്മോക്കിംഗ് ഇല്ല, ഞാൻ നല്ല ആരോഗ്യമാണ്, വേറെ ഒന്നുമില്ല, പക്ഷേ എൻ്റെ BP കൂടി പറയുമ്പോൾ നമ്മളെല്ലാവരും ഇപ്പോഴത്തെ ഒരു അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മളതിലേക്ക് വർക്ക് പ്രഷറാണ്, അല്ലെങ്കിൽ അതാണ്, അല്ലെങ്കിൽ ഉറക്കമില്ലായ്മയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഫുഡിൻ്റെ ഇതാണ്. സോ അത് മാത്രമല്ലാതെ വേറെ എന്തെങ്കിലും ഒന്നും കൂടെ ഒന്ന് നോക്കുക. ഇപ്പോൾ ഇല്ലെങ്കിൽ തന്നെയാണെങ്കിലും ഒരു 6 മാസം കൂടുമ്പോൾ ഇടയ്ക്കൊന്ന് ജനറലായിട്ടൊന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സോ പിന്നെ അല്ലാതെ കിഡ്നിക്കായിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ നല്ല യൂറിൻ പതഞ്ഞു പോകണം. സാധാരണ ഒരു രാവിലെ എണീക്കുമ്പോൾ എല്ലാവർക്കും ഒരു ചെറിയൊരു പദമാണ്, അത്രയും നേരം കിടന്ന് ആ യൂറിൻ സ്റ്റാഗ്നൻ്റ് ആയിട്ടുണ്ട്. അല്ലാത്തവർക്ക് യൂറിൻ പോകുമ്പം എന്ന് വെച്ചാൽ യൂറിൻ ഒരു നെഫ്രോട്ടിക് സിൻഡ്രോം അങ്ങനത്തെ ചില ഇതുണ്ട്, യൂറിൻ ആൽബുമിൻ പോകുന്ന അസുഖങ്ങൾ. അതെന്ന് പറഞ്ഞാൽ നമ്മൾ യൂറിൻ ഒരു ബോട്ടിൽ എടുത്തൊന്ന് കുലുക്കുമ്പോൾ ശരിക്കും നല്ലൊരു പദം കാണണം. ഒരു കാര്യമില്ലേ, ഈ മുട്ടയുടെ വെള്ളം ഇട്ട് അടിക്കുമ്പോൾ എങ്ങനെ പദം വരുന്നു അതുപോലെ, അല്ലെങ്കിൽ ഒരു സോപ്പ് കലക്കുമ്പോൾ എങ്ങനെ പദം വരുന്നു അതുപോലെ വരണം. മുഖത്തൊക്കെ ആണെങ്കിൽ ഒരു നീര് വേണം, കാലിലൊക്കെ നീര്, നമ്മൾ ഈ കുറേ കഷ്ടപ്പെട്ട് കുത്തി അങ്ങനെ ഇതല്ല, ഒരു നല്ല ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നല്ലോണം ഒരു നീരിൻ്റെ ഇത് കാണണം. സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വേറെ ബാക്കി യൂറിന് വല്ല പ്രോട്ടീൻ ഉണ്ടോ എന്ന് നോക്കണം. സോ ബേസിക്കലി ഒരു ക്രിയാറ്റിനെക്കാട്ടും കൂടുതൽ കിഡ്നിയുടെ അസുഖം അറിയാൻ പറ്റുന്ന ഒരു യൂറിൻ പ്രോട്ടീൻ അന്നത്തിലാണ്. സോ യൂറിൻ നോക്കുക. ഈവൻ അന്നത്തിൽ പ്രത്യേകിച്ച് ഒന്നും കണ്ടില്ലെങ്കിലും ഇപ്പം ഇങ്ങനെ തന്നെ ഇടയ്ക്കിടയ്ക്ക് സിംറ്റംസ് വരുവാണെങ്കിൽ ഒരു 3 months കൂടുമ്പോൾ ഒന്ന് യൂറിൻ ചെക്ക് ചെയ്യുക. എന്തെങ്കിലും കാണുമ്പോൾ അപ്പം ബാക്കി ടെസ്റ്റിലോട്ട് പോവുക. ഇപ്പോൾ ക്രിയാറ്റിനിൻ കൂടുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ലക്ഷണമായിട്ട് ജനങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ അത് മാത്രമല്ല, ഒരു URE ടെസ്റ്റിലൂടെ തന്നെ, സാധാരണ ഒരു ടെസ്റ്റിലൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കഴിയും എന്നാണ്. ഇപ്പം ക്രിയാറ്റിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മസിലിൽ നിന്ന് വരുന്ന ഒരു ചെറിയ പ്രോട്ടീനാണ്. അതിപ്പം കിഡ്നിയിൽ നിന്ന് വരുന്ന ഇതല്ല. സോ ഇതാണെങ്കിൽ ശരിക്കും ഒരു ചെറിയൊരു പ്രോട്ടീൻ, അത് കിഡ്നി വഴി അങ്ങ് ഫിൽട്ടർ ചെയ്ത് പോകണം. ഇപ്പം ക്രിയാറ്റിനാണെങ്കിൽ നമ്മൾ കുറേ നേരം വെയിലത്ത് നിന്നാലും ക്രിയാറ്റിനും കൂടാം. നമ്മളിപ്പോൾ ഒരു എല്ലാത്തിലും ഉണ്ട്. ഇപ്പോൾ ഒരു ഇച്ചിരി ഇറച്ചിയിലും മീനിലും എല്ലാത്തിലും ക്രിയാറ്റിനുണ്ട്. സോ നമ്മൾ ഇത്തിരി കഴിച്ചാലും ഒരു ക്രിയാറ്റിനും ഒരു പൊടി കൂടിയേക്കാം. നമ്മളൊരു കുറേ നേരം നടന്ന് ഒരു 4-5 കിലോമീറ്റർ വെയിലത്ത് നടന്ന് എന്നാലും പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ക്രിയാറ്റിനും പൊടി കൂടിയിരിക്കാം. സോ അതൊക്കെ നാച്ചുറലായിട്ട് നമ്മുടെ ദേഹത്ത്, അല്ലാതെ ബാക്കി എല്ലാം നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെറുതായിട്ട് ക്രിയാറ്റിനും കൂടുന്നതാണ്. സോ അതിപ്പോൾ ഒരു പൊടി കൂടിയെന്നും പറഞ്ഞ് കിഡ്നിക്ക് അസുഖം ആവണമെന്നും തന്നെ ഇല്ല. അതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യാം. നമ്മൾ നല്ലോണം ഒരു ഫുഡും കഴിച്ച് അടുത്ത ദിവസം നോക്കിയാൽ ക്രിയാറ്റിന് ഒരു പൊടി കൂടിയിരിക്കാം.
സോ അത് ആവണമെന്നില്ല. പിന്നെ ഇടയ്ക്ക് ഇപ്പം അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു 1-2 ആഴ്ച കഴിഞ്ഞ് ഒന്നും കൂടെ ഒന്ന് ക്രിയാറ്റിൻ നോക്കുക, നന്നായി വെള്ളം കുടിച്ചൊന്ന് റെസ്റ്റ് ചെയ്തിട്ടൊന്ന് ക്രിയാറ്റിൻ നോക്കുക. നാച്ചുറലായിട്ട് നോർമലായിട്ട് വരുവാണെങ്കിൽ വിട്ടേക്കുക. പിന്നെ അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ഒരു യൂറിൻ റൊട്ടീൻ ചെയ്ത് നോക്കുന്നതായിരിക്കും. അതായത് ജീവിതശൈലി തന്നെയാണ് ഈ രോഗത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വൃക്കരോഗങ്ങൾ വരാതെ കാക്കുന്നതിനായിട്ട് ഏത് തരത്തിലുള്ള ഒരു ജീവിതശൈലി ആയിരിക്കാം നല്ലത്? ജീവിതശൈലി ഇപ്പം ഇതിനെക്കുറിച്ചും ഇഷ്ടംപോലെ എല്ലാവർക്കും തന്നെ അറിയാം. ഒരു മലയാളികളെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫോണിൽ ഇരുന്ന് ഒരു യൂട്യൂബ് നോക്കുന്ന അല്ലെങ്കിൽ എല്ലാം നോക്കുന്ന എനിക്കൊന്ന് കേരളത്തിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ആർക്കായി അറിഞ്ഞുകൂടാത്ത എല്ലാവർക്കും തന്നെയുണ്ട്. എല്ലാവർക്കും തന്നെ അതിൻ്റെ ഒരു ഇതുണ്ട് എന്നും പറഞ്ഞ് ഇപ്പം ആരും അങ്ങനെ റെഗുലറായിട്ട് റിലീജിയസ്ലി അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടോ? ഇല്ല. എല്ലാവർക്കും ഇതുണ്ട്. പിന്നെ എല്ലാം തന്നെ വേണം. ഇപ്പം എൻ്റെ ഒരു രീതി നോക്കുകയാണെങ്കിൽ ജീവിതം ഒന്നേ ഉള്ളൂ. അത് ആസ്വദിക്കുകയും ചെയ്യണം, റിലാക്സുകയും ചെയ്യണം, എല്ലാം വേണം. പിന്നെ നമ്മുടെ ശരീരമാണ്, അതിനെ ഒത്തിരി നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക. നമുക്കും എന്നാൽ ഒരു ജോലിയും കഴിഞ്ഞ് റിലാക്സേഷൻ ഏതൊരു മനുഷ്യനും ആവശ്യമാണ്. അത് പണ്ട് തൊട്ടേ ഉണ്ട്, ഈ കാലത്തും ഉണ്ട്. ബട്ട് അതിൻ്റെ ഒരു അമിതമായ എല്ലാം തന്നെ പ്രശ്നമാണ്. ഇപ്പം ഫുഡാണെങ്കിലും കഴിക്കണം. ഒന്നെങ്കിൽ വിശപ്പ് അനുസരിച്ച് കുറച്ച് കഴിക്കുക, അല്ലെങ്കിൽ ഇപ്പം ഇതുപോലെ തന്നെ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഇരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ശരിക്കും അവൻ 3 നേരം കഴിച്ചാലേ, ചിലപ്പോൾ നമ്മൾ 3 നേരം കഴിക്കുന്നതിനായിരിക്കും അതുപോലത്തെ ഒരു ജോലി ചെയ്യുന്ന ഒരാൾക്ക് 1 നേരം വേണ്ടേ. സോ അങ്ങനെ ഒരു ഇതില്ല. പിന്നെ നമ്മുടെ എല്ലാം തന്നെ അറിയണം. ഇപ്പം കൂടുതലൊരു സ്മോക്കിംഗ് ആണെങ്കിൽ ഭയങ്കര ഒരു വല്ലാത്തൊരു ഇതാണ്. അത് ഭയങ്കരമായിട്ട് ഹാർട്ട്, കിഡ്നി അതെല്ലാം ബാധിക്കും. സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക. മദ്യപാനം അതും വേണമെങ്കിൽ ഒരു ലിമിറ്റ് വെച്ച്. ബട്ട് അതെല്ലാം നമുക്ക് നമ്മുടെ ഒരു ലിമിറ്റ് എല്ലാം തന്നെ അറിയണം. ഇപ്പോൾ ഒരു ചിക്കനും ഫിഷോ ഞാൻ കഴിക്കേണ്ടെന്ന് പറയത്തില്ല. എത്ര നമുക്ക് ഈ ഓയിലി എണ്ണയുള്ള ഇതങ്ങ് കുറയ്ക്കാമോ? ഇപ്പം എണ്ണ കൂടുമ്പോഴാണ് ഇതിന് എല്ലാത്തിനും ടേസ്റ്റ് വരുന്നത്. സോ എത്ര എണ്ണ കുറയ്ക്കാമോ അത്രയും തന്നെ കുറയ്ക്കണം. സോ ആ ഒരു രീതിയിൽ തന്നെ പോകണം. പിന്നെ നമുക്ക് ബോഡിക്ക് റെസ്റ്റ് കൊടുക്കണം. ഈവൻ ഉറക്കവും വേണം, എല്ലാം വേണം. ഇപ്പം വ്യായാമം എന്ന് പറഞ്ഞാലും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ 1 മണിക്കൂർ ശരിക്കും ഭയങ്കര ഈ പറഞ്ഞ പോലെ ബോഡിക്ക് സ്ട്രെസ് കൊടുക്കില്ല. ഒരു റെസ്റ്റ് എടുത്ത് അങ്ങ് ചെയ്യുക. സോ അങ്ങനെ അങ്ങ് നോക്കുക. ഈ പറഞ്ഞ പോലെ ഇപ്പം നമുക്കൊന്ന് എത്രയൊക്കെ രാവിലെ ഒരു വണ്ടി എടുക്കാതെ ഒരു 10 മിനിറ്റ് നടക്കാൻ പറ്റുമോ അത്രയും നടക്കുക. സോ ആ ഒരു രീതിയിൽ തന്നെ പോവുക. അതാണ് മോഡറേറ്റ് ആയിട്ട് കൊണ്ടുപോയാൽ എല്ലാം മോഡറേറ്റ് ആയിട്ട് അങ്ങ് കൊണ്ടുപോയാൽ മതി. ഇപ്പോൾ ഒന്നും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാം തന്നെ വേണം. ബട്ട് എല്ലാം അതിൻ്റെ ഒരു ലിമിറ്റിൽ തന്നെ നോക്കുക. ഇപ്പം മരുന്നുകളോടുള്ളൊരു ഭയമുണ്ട്. മറ്റസുഖങ്ങൾക്ക് മരുന്ന് കഴിച്ചാൽ അത് കിഡ്നിയെ ബാധിക്കുമോ ഒരു പേടി സാധാരണക്കാർക്കുണ്ട്. ഇപ്പോൾ സ്വയം ചികിത്സിക്കുന്ന ആളുകളും കൂടുതലാണല്ലോ. ഇപ്പോൾ ഒരു പനി വന്നു കഴിഞ്ഞാൽ പാരസെറ്റമോൾ വാങ്ങി കഴിക്കുക. ഇതുപോലെ പാരസെറ്റമോൾ പോലുള്ള മരുന്നുകൾ കിഡ്നിക്ക് അനാരോഗ്യം ഉണ്ടാക്കാനുള്ള കാരണമാകുന്നുണ്ടോ? അത് മരുന്നുകളുടെ ഉപയോഗം കിഡ്നിയെ ബാധിക്കുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ചിലവരുണ്ട്, ഇപ്പം ചെറിയൊരു വേദനയ്ക്കാണെങ്കിൽ ഒന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പോയി, ഡോക്ടറാണെങ്കിൽ ശരിയാണ്, അല്ലെങ്കിൽ ഇപ്പം ഇച്ചിരി ഭാരപ്പെട്ട പണിയാണ്, ഇപ്പം ഇതെന്ന് പറഞ്ഞ് നമ്മൾ സാധാരണ കിട്ടുന്ന ഓറാൻ കാര്യങ്ങൾ അങ്ങനത്തെ പെയിൻ കില്ലേഴ്സൊക്കെ ഉണ്ട്. സോ 2 ദിവസത്തേക്കായിരിക്കും എഴുതുന്നത്. പക്ഷേ ഈ 2 ദിവസം കഴിയുമ്പം വീണ്ടും ജോലിക്ക് പോകുമ്പോൾ വീണ്ടും ഒരു വേദനയും കാര്യങ്ങളും വരാം. സോ വരുമ്പം ചുമ്മാ പോയി അങ്ങ് ബ്ലൈൻഡായിട്ട് അങ്ങ് കഴിച്ചുകൊണ്ടിരിക്കുന്നവരും ഇഷ്ടംപോലെ പേരുണ്ട്. അതും ആക്ച്വലി നല്ലതല്ല. കുറേയൊക്കെ ആ ഒരു പെയിൻ കില്ലേഴ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ബ്രൂഫൻ പോലെയൊക്കെ മെഡിസിൻസ് അപ്പം ആ ഒരു സിംറ്റംസ് അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നീർക്കെട്ട് അങ്ങ് മാറുമ്പോൾ അങ്ങ് നിർത്തുക. എന്നിട്ട് നമുക്കൊരു മുറിവുണ്ടെങ്കിൽ ഒരു മുറിവ് വരാൻ 1 സെക്കൻഡ് മതി. പക്ഷെ ഒരു മുറിവ് ഉണങ്ങണമെങ്കിൽ ചിലപ്പോൾ പറഞ്ഞ പോലെ ഒരു 4-5 ദിവസം എടുക്കും. ചിലപ്പോൾ ഒരു ഓവറാൻ 1-2 എടുക്കുമ്പോൾ ഒരു കിഡ്നിക്ക് ചെറിയൊരു ഡാമേജ് വരും. അത് നിർത്തി ഒരു 4-5 ദിവസം കഴിയുമ്പോൾ കിഡ്നി തന്നെത്താനെ റിപ്പയർ ചെയ്ത് തന്നെത്താനെ അതെല്ലാം മാറി പിന്നെയും ഒരു വർഷം കഴിഞ്ഞോ ഒരു 6 മാസം കഴിഞ്ഞോ അത് നമുക്കൊരു വീണ്ടും നടുവേദന ഒരു ബ്രൂഫും കഴിച്ചുകൊണ്ട് ദോഷമില്ല.
നമ്മളിപ്പം കഴിച്ചു, വീണ്ടും നാളെ വീണ്ടും വേന വന്ന് വീണ്ടും കഴിച്ചു, ഒരു ഗ്യാപ്പും ഇല്ലാതെ എല്ലാ ദിവസവും അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ അങ്ങ് ചുമ്മാ മേടിച്ചുകൊണ്ട് കഴിക്കുമ്പോൾ കിഡ്നിക്ക് ആ ഒരു വന്ന ഡാമേജ് പിന്നെ ആ ഒരു മുറിവിൽ തന്നെ നമ്മൾ വരച്ചുകൊണ്ടിരുന്ന ആ മുറിവ് ഉണങ്ങത്തില്ല, സെയിം തന്നെ റിപ്പയർ ചെയ്യാൻ സമയം കിട്ടത്തില്ല. ഇവൻച്വലി അങ്ങ് കിഡ്നിയുടെ അതങ്ങ് കിഡ്നി അങ്ങ് ചുരുങ്ങും. പിന്നെ ആ ഒരു കിഡ്നിയുടെ ആ ഒരു ഈ ക്രോണിക് കിഡ്നിനകത്തിലോട്ടങ്ങ് പോകും. പിന്നെ അത് കാരണം പിന്നെ BP കൂടും. പിന്നെ BP കൂടുമ്പം തന്നെ വീണ്ടും കിഡ്നിയെ തന്നെ ബാധിക്കും. സോ അങ്ങനെ ഒരു സൈക്കിളായിട്ട് പോകും. ഇപ്പോൾ ഈ ഡയബറ്റീസിന് മരുന്ന് കഴിക്കുന്നവരുടെ ഒരു ആശങ്കയുണ്ട്. ഡയബറ്റീസിന് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കേണ്ടി വരുന്നുണ്ട്. ഒരു ഘട്ടം കഴിയുമ്പോൾ ഡയബറ്റീസ് ആദ്യം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞ് പിന്നീട് ഒരു ഘട്ടം കഴിയുമ്പോൾ മരുന്നുകൾ സ്ഥിരമായി കഴിക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കും. ഈ മരുന്നുകൾ കഴിക്കുമ്പോൾ മറ്റുള്ളവർ ഉപദേശിക്കാൻ തുടങ്ങും, ഈ മരുന്ന് സ്ഥിരമായി കഴിച്ചാൽ അത് കിഡ്നിക്ക് കുഴപ്പമാവില്ല. അപ്പം ഡയബറ്റീസ് രോഗികൾ അത് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനെ ഒന്ന് ജനങ്ങൾക്ക് ആ ഒരു പ്രശ്നം മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ഈ ഡയബറ്റീസിന് എന്തായാലും മരുന്ന് കഴിക്കേണ്ടി വരും, ഇത് കിഡ്നിയെ ബാധിക്കും എന്നുള്ള ആശങ്ക അതെങ്ങനെയാണ് നമുക്കൊന്ന് അഡ്രസ്സ് ചെയ്യാൻ കഴിയുക? ഇപ്പം മരുന്ന് കാരണമാണ്. ഇപ്പം കുറേ പേര് വരും, അയ്യോ മരുന്ന് കാരണം എൻ്റെ ക്രിയാറ്റിനും കൂടി. അവർ മനസ്സിലാക്കുന്നില്ല അസുഖം കാരണം അവരുടെ ക്രിയാറ്റിനും കൂടിയെന്ന്. ബേസിക്കലി ഒരു മൈൻഡ് സെറ്റാണ്. ഇത്രയും നാൾ അല്ലെങ്കിൽ ഞാൻ മരുന്ന് കഴിക്കാതിരുന്ന എൻ്റെ എല്ലാം നോർമലാവും, എന്നാൽ എനിക്ക് ഒരു പ്രഷറുണ്ട്, ഷുഗറുണ്ട്, ഇത് കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ഒരു ഡയറ്റ് കാര്യങ്ങൾ, ഇത് ആരും മനസ്സിലാക്കുന്നില്ല. ബേസിക്കലി അസുഖമുണ്ട്, മരുന്ന് കഴിക്കണം. അതിപ്പം ആരെയും പറഞ്ഞ് ഒരു ഇത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പം എൻ്റെ അച്ഛനാണെങ്കിലും ഡയബറ്റിക്കാണ്, 30-35 വർഷമായിട്ട് ഡയബറ്റിക്കാണ്, പുള്ളി ഇൻസുലിൻ എടുക്കുന്നുണ്ട്. അന്നേരം പുള്ളിയാണെങ്കിൽ ഇപ്പോൾ ഒരു സമയം കഴിഞ്ഞ് പുള്ളി ഇതൊരു പൊടി ക്രിയാറ്റിനൊക്കെ കൂടുന്നുണ്ട്, അതൊക്കെ കൺട്രോൾ ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. പിന്നെ ചോദ്യത്തിൻ്റെ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്കൊരു സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റിക് ഉണ്ട്. അങ്ങനെ ഉള്ളവർക്ക് ചിലവർക്ക് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ കിഡ്നിയെ ബാധിക്കും. ഇപ്പം ഷുഗർ മാത്രം കൺട്രോൾ ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ ഷുഗറിൻ്റെ കൂടെ നല്ല ഈ പറഞ്ഞ പോലെ നല്ല മദ്യപാനം കൊണ്ട് ഒടുക്കത്തെ സിഗരറ്റ് വലിയ, അപ്പം അതും കൊണ്ട് ക്രിയാറ്റിനും കൂടാ. അന്നേരം മരുന്ന് മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. സോ ബേസിക്കലി ഇത് നിർത്തിയാലില്ല മരുന്നും കൊണ്ട് പ്രയോജനമുള്ളൂ. അന്നേരം ബേസിക്കലി ഇപ്പോൾ ഒരാൾ അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാത്തിനും ഇപ്പം മരുന്നിൻ്റെ കൂട്ട് തന്നെയാണ്. ഇപ്പം മരുന്നെന്ന് പറഞ്ഞാൽ എന്താ, ഇൻസുലിൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ദേഹത്താണെങ്കിൽ ഷുഗർ ഉള്ളത് കത്തിക്കുക, അത് തന്നെയാണ്. ഇപ്പം കത്തിക്കാനാണെങ്കിൽ മരുന്ന് തന്നെ ഇല്ല. എക്സസൈസ് നല്ലൊരു ഫോം ഓഫ് മരുന്ന് തന്നെയാണ്. രാവിലെ ഒരു അരമണിക്കൂർ നടക്കുക, അതും ഒരു മരുന്നും അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഷുഗറും കത്തിക്കുന്ന ഒരു മെത്തേഡാണ്. അന്നേരം നമുക്ക് എല്ലാം തന്നെ വേണം. പിന്നെ ഒരു സമയം കഴിഞ്ഞാൽ മരുന്നുകളെന്ന് പറഞ്ഞാൽ എന്താ, ഒന്ന് പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക, ഒന്ന് ഇൻസുലിൻ ഉണ്ടാക്കുക. കുറേ നാൾ കഴിയുമ്പം ചിലപ്പം ഈ പാൻക്രിയാസ് എക്സോസ്റ്റഡ് ആവും. പിന്നെ ഇപ്പോഴത്തെ കുറേ പുതിയ മെഡിസിൻസ് വരുന്നുണ്ട്, അല്ലാതെ ഷുഗർ കിഡ്നി വഴി പോകുന്ന ഈ ഡാപ്പ എന്നൊക്കെ പറഞ്ഞ് ഡാപ്പാഗ്ലിസോസിൻ, അങ്ങനെ SGLT, പിന്നെ അല്ലാത്ത കുറേ ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെ അതൊക്കെ ഒരു സമയം കഴിഞ്ഞ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇൻസുലിനോട്ട് മാറ്റുക. സോ ഇൻസുലിൻ ആകുമ്പോൾ റീപ്ലേസ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ഇത് പെന്നുണ്ട്, നമ്മൾ കുത്തിയാൽ പോലും അറിയത്തില്ല, എല്ലാം തന്നെയുണ്ട്, ഇഷ്ടം ഫ്രീലി അവൈലബിൾ ആണ്. ഒരു സമയം കഴിഞ്ഞാൽ ഇൻസുലിനും കറക്റ്റായിട്ട് അങ്ങ് എടുത്തുകൊണ്ടിരുന്ന കുഴപ്പമില്ല. പിന്നെ ചില മരുന്നുകളുണ്ട്, മെറ്റ്ഫോമിനൊക്കെ. ആക്ച്വലി നമ്മളിപ്പം കിഡ്നിയെക്കുറിച്ച് പറയുകയാണ്. സോ ഷുഗർ കാരണം ഇപ്പം കിഡ്നിയെ ഡാമേജ് ആവുകയാണെങ്കിൽ ചില 1-2 മരുന്നുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം. മെറ്റ്ഫോമിൻ എന്നും പറഞ്ഞ് അങ്ങനത്തെ കുറേ മരുന്നുകൾ അവോയ്ഡ് ചെയ്യണം. പിന്നെ കിഡ്നിക്ക് അസുഖമുള്ളവർക്ക് പെട്ടെന്ന് ഷുഗർ കുറഞ്ഞു, ബേസിക്കലി പെട്ടെന്ന് കുറഞ്ഞു. സോ അവർക്കാണെങ്കിൽ ഇപ്പം ഒരു കുറച്ചും കൂടെ ഇൻസുലിൻ ആയിരിക്കും പ്രിഫറബിൾ. ഗുളികയാകുമ്പം ചിലപ്പം പെട്ടെന്ന് കുറഞ്ഞു പോയാൽ കയറാനൊക്കെ പാടാം. സോ ഇൻസുലിൻ ആകുമ്പം ഇത്തിരി പഞ്ചസാര കഴിയുമ്പം പെട്ടെന്ന് കയറിക്കോളും. സോ ഇൻസുലിൻ എടുക്കാൻ ഒരു കിഡ്നിക്ക് അസുഖമുള്ളവർക്കാണെങ്കിൽ, ഇപ്പം ഡയബറ്റിക്കാരന് ഒരു കിഡ്നിക്ക് അസുഖമുള്ളവരാണെങ്കിൽ ഇപ്പോൾ ഷുഗർ എന്തായാലും ഇച്ചിരി കൺട്രോൾ ചെയ്യണം. ഷുഗർ കൂടിയാലും വീണ്ടും കിഡ്നിക്ക് ദോഷമാണ്. സോ അങ്ങനത്തെ ഉള്ളവർക്ക് ഒരു ചെറിയ ഡോസ് ഇൻസുലിൻ തന്നെയായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ ചില മരുന്നുകളുണ്ട്, മരുന്നുകൾ കാരണം കിഡ്നിക്ക് ദോഷമല്ല. കിഡ്നിക്ക് അസുഖമുള്ളവർക്ക് ചില മരുന്നുകൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ പെട്ടെന്ന് ഷുഗർ കുറഞ്ഞു പോവുകയാണെങ്കിൽ ഗുളിക അല്ലെങ്കിൽ ടാബ്ലറ്റ്സിനെക്കാട്ടും നല്ല എപ്പോഴും പ്രിഫറബിളി ഇൻസുലിനാണ്. അതായത് നോർമൽ കേസിൽ ഷുഗറിനുള്ള മരുന്നുകൾ കിഡ്നിയെ ബാധിക്കത്തില്ല. ബാധിക്കത്തില്ല. ഈ വൃക്കരോഗങ്ങളുടെ ലക്ഷണങ്ങൾ സാധാരണ കാണുന്നു. ഇപ്പോൾ
ഈ ഏർലി ഒരു ഡയഗ്നോസിസ് പലപ്പോഴും ലക്ഷണങ്ങൾ കണ്ടിട്ടായിരിക്കും നമുക്ക് സാധ്യമാകുക. പലപ്പോഴും രോഗികൾക്ക് ഇത് മനസ്സിലാവാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഈ ചർമ്മം വരണ്ടുണങ്ങുന്നത് ഒരു ലക്ഷണമാണ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള സാധാരണ കാണപ്പെടുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷണങ്ങൾ അതാണ് കിഡ്നിയുടെ ഒരു പ്രശ്നം തന്നെ. ലക്ഷണങ്ങൾ കാണുമ്പം തന്നെ ഒന്ന് കുറച്ച് വൈകും, ലേറ്റാവും. ഇപ്പോൾ ഒരു ഹാർട്ടിൻ്റെ കൂട്ട് ഒരു പെട്ടെന്ന് നെഞ്ചുവേദന വന്ന് ചെന്ന് ബ്ലോക്കായി. അപ്പം അങ്ങനെയല്ല ഇത് കിഡ്നിയുടെ അസുഖം. ഇപ്പം അങ്ങനെ ഒരു കിഡ്നിയുടെ അസുഖം നമ്മൾ അറിയുന്നില്ല. ഇപ്പോൾ ഒരു സ്ട്രോക്ക് വന്ന് അല്ലെങ്കിൽ ഒരു സൈഡ് തളർന്ന, അങ്ങനെയല്ല. പുറമേ വേറെ എന്തെങ്കിലും ഒരു ഇത് ചിലപ്പോൾ ഒന്നും കാണത്തില്ല. ചിലവരുണ്ട് പെട്ടെന്നാണെങ്കിൽ ഈയിടെ ആണെങ്കിൽ വെയിറ്റ് കുറഞ്ഞു പോകുന്നുണ്ട്, വിശപ്പില്ലായ്മ. അപ്പം അങ്ങനെ അങ്ങ് വന്ന് നോക്കുമ്പോഴേക്കും ഭയങ്കര ഛർദില്ല. അങ്ങനെയൊക്കെ നോക്കുമ്പോഴേക്കും പെട്ടെന്ന് ഒരു ക്രിയാറ്റിൻ ചിലപ്പോൾ യൂറിയ വല്ലോ നോർമൽ ഒരു 30 താഴെയാണ്, യൂറിയ ഒരു 100-200 കാണും, ക്രിയാറ്റിൻ ആണെങ്കിൽ 5-6 കാണും. സോ അങ്ങനെ ആണ് കുറേയൊക്കെ വന്നു പോകുന്നത്. പിന്നെ അല്ലാത്ത ഇതുണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ആക്ച്വലി പുള്ളി എന്തിനോ ഒരു ഇൻഷുറൻസ് പോളിസി, മെഡിക്കൽ ഇൻഷുറൻസിനെ കണ്ട് ഒന്ന് ബ്ലഡും യൂറിനും ഒന്ന് ചെക്ക് ചെയ്യും. നോക്കിയപ്പോഴേക്കും യൂറിന് പ്രോട്ടീൻ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്ക് ഒരു സിംറ്റം വരും, നോർമൽ ഒരാൾ. അന്നേരം പുള്ളി ഇതൊക്കെ ഇച്ചിരി അവെയർ ആയതുകൊണ്ട് പുള്ളിയാണെങ്കിൽ ഒരു 24 മണിക്കൂർ യൂറിൻ പ്രോട്ടീൻ പിടിച്ച് പുള്ളി തന്നെ ചെയ്ത് പ്രോട്ടീൻ ഭയങ്കര കൂടുതല. അങ്ങനെ വന്ന് കണ്ടു. പുള്ളി പറഞ്ഞ് സാറേ ഇതിനാണെങ്കിൽ ബയോപ്സി ചെയ്ത്, അങ്ങനെയാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. പുള്ളി തന്നെ വോളണ്ടറി ബയോപ്സി ചെയ്ത് നോക്കിയപ്പോൾ നമുക്കൊരു ഓട്ടോമ്യൂൺ അസുഖം കിട്ടി. പുള്ളിക്ക് ഇപ്പോഴും കുഴപ്പമില്ല. കുറേ നാളായി, ഇപ്പം 10-15 വർഷമായി അങ്ങനത്തെ ആ ഒരു പേഷ്യൻ്റ് വന്നു പോയി, ഒരു കുഴപ്പമില്ല. സോ അതാണ് ഇപ്പം ലക്ഷണങ്ങൾ. പിന്നെ അല്ലാത്ത ഈ ലക്ഷണങ്ങൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ BP ചെറുപ്പക്കാരൻ ഇപ്പോൾ ഒരു യങ്ങർ ഏജാണ്, സ്മോക്കിംഗ് ഇല്ല, വേറെ ഒന്നുമില്ല, വേറെ പെയിൻ കില്ലറോ വേറെ മരുന്നുകളോ അങ്ങനത്തെ ദോഷമുള്ള മരുന്നുകളൊന്നും കഴിക്കുന്നില്ല. പക്ഷെ അവർക്കൊരു BP കൂടുതലാണ്, യൂറിൻ പതഞ്ഞു പോകുന്നുണ്ട്, കാലയിലൊക്കെ ഒരു ചെറിയ നീര്, കൺപോള നീര്, അങ്ങനെയൊക്കെ ഉള്ളപ്പം പിന്നെ ചില ഇനത്തിലാണെങ്കിൽ രാത്രി ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ എണീക്കും. സോ അതും ഒരു കിഡ്നി രോഗത്തിൻ്റെ ഒരു തുടക്കമൊക്കെയാണ്. രാത്രി വേറെ കുഴപ്പമില്ല. ഇപ്പോൾ ഡയബറ്റിക് ഉള്ളവരൊക്കെ ആണെങ്കിൽ ഷുഗർ കൂടുമ്പോൾ രാത്രി ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ്. ഇപ്പം ഡയബറ്റിക് ഇല്ല, ഒരു ഇച്ചിരി സോ ഡയബറ്റിക് ഇല്ല, വേറെ സെക്കൻഡറി ആയിട്ടൊന്നും പറയാൻ വേണ്ടി ഒന്നും തന്നെ ഒരു കോസ് ഇല്ല. അന്നേരം അവർക്കാണെങ്കിൽ രാത്രി പോകുമ്പോൾ എപ്പോഴും പതഞ്ഞു പോവുക, രാത്രി ഇടയ്ക്കിടയ്ക്ക് എണ്ണീക്കുക. സോ അവർക്കാണെങ്കിലും ഈ പറഞ്ഞ പോലെ നമുക്ക് വേറെ എന്തെങ്കിലും കിഡ്നിയുടെ അസുഖമുണ്ടോ. സോ ഇതിനൊക്കെ ഈ പറഞ്ഞ പോലെ ഏറ്റവും നല്ല ഒരു യൂറിൻ റൊട്ടീൻ നോക്കുക. യൂറിൻ്റെ അല്ലെങ്കിൽ 24 മണിക്കൂർ യൂറിൻ പിടിച്ച് അതിൻ്റെ പ്രോട്ടീൻ്റെ അളവ് നോക്കുക. കൂടുതലാണെങ്കിൽ ബയോപ്സി അല്ലെങ്കിൽ അതിൻ്റെ സ്പെഷ്യൽ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങൾ അന്നത്തി നോക്കുക. എന്നിട്ട് അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ക്രിയാറ്റിൻ 5 ആൾക്ക് ദേഹം മൊത്തം നീരാ, ശ്വാസമുട്ടില്ല, വേറെ ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ഡയാലിസിസ് തുടങ്ങേണ്ടി വരും. റിസ്ക് ഉണ്ടോയെന്ന് വെച്ചാൽ റിസ്ക് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം കൈയുടെ ഫിസ്റ്റില, ഇന്നത്തെ ക്ലോട്ട് അല്ലെങ്കിൽ അതെന്തെങ്കിലും അടഞ്ഞുപോയി, അങ്ങനെ പ്രശ്നം വരുന്നവർക്ക് വരാം. വേറെ എന്തെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് വല്ല കാർഡിയാക് ഇഷ്യൂ വന്ന് അതും കാരണം റിസ്ക്കാണ്. പിന്നെ എപ്പോഴും കുത്തുവാണ്, നമുക്ക് വേറെ വല്ല അസുഖങ്ങളും എപ്പോഴും വരാം, ഹെപ്പറ്റൈറ്റിസ് അങ്ങനത്തെയും ഇത് വരാം.